കഴിഞ്ഞ ആഴ്ചയും ഇതേ വാചകം പറഞ്ഞതാണ് ഈ പണത്തിനോടുള്ള ആർത്തിയെക്കുറിച്ച്. ഒരാഴ്ച കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുകയാണ് വി ഗോവിന്ദൻ മാഷ്. അതായത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു പോയതല്ല, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള സന്ദേശം പിണറായി വിജയന് കൂടിയുള്ള സന്ദേശമാണ്. നോക്കൂ, ഇപ്പോൾ മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികളിലടക്കം പാളിപ്പോയിട്ടുണ്ട്. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ സമരവുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം നഗരസഭയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എവിടെയൊക്കെ ആക്രമിക്കാമോ അവിടെയൊക്കെ കടന്നാക്രമിക്കുക എന്ന നയത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പെരുമാറ്റ രീതിയും ആർത്തിയും അതുപോലെ തന്നെ വൈകല്യങ്ങളും ഒക്കെയുള്ള ഇടതുപക്ഷത്തെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ മറുഭാഗത്തുള്ള BJPയെ തോൽപ്പിക്കാൻ അത് പോരാ. കാരണം അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ നേതാക്കളൊക്കെ താഴെത്തട്ടിലേക്ക് ഇറങ്ങണം. താഴെത്തട്ടിൽ എങ്ങനെയാണ് ഈ വോട്ടുകൾ ഇവർ സമാഹരിക്കുന്നത് എന്നുള്ളത് കണ്ടു മനസ്സിലാക്കണം. അതിനായി നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങൂ എന്ന കൃത്യമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ നേതാക്കളെ എല്ലാവരെയും തുരത്തിവിട്ടതാണ് എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല.